ഹേ ഗൈസ്, ഇറ്റ്സ് മീ AK. അപ്പോൾ നമ്മൾ പിന്നെയും പുതിയൊരു വീഡിയോയിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇതൊരു ഫുൾ വ്ളോഗാണ്. ഏകദേശം 10 മിനിറ്റ്സ് എബോവ് ഉണ്ട് നമ്മുടെ വീഡിയോ. മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ പറ്റുമെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നേരെ കന്യാകുമാരിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്രയിൽ പറയും നമ്മൾ കാഴ്ചകൾ കാണണം. കന്യാകുമാരിയിൽ പോയി ബീച്ചിൽ പോകണം, ഫുഡ് കഴിക്കണം, അങ്ങനെ പല നമുക്കൊരു ആഗ്രഹങ്ങളും ഇതിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നെയ്യാറ്റിൻകര അവിടെ എത്തിയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്തോ ഒരു പണി നടക്കുന്നുണ്ട്. ഐ തിങ്ക് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്ക് കൂടി പണി എടുക്കേണ്ടത് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പണികൾ അവിടെ നടക്കുന്നുണ്ട്. സിഗൈസ്, അപ്പോൾ നമ്മുടെ യാത്ര ചെയ്യുന്ന ട്രെയിനിലും കൂടെയാണ്. അപ്പോൾ ഞാനും അമ്മ അച്ഛനും കൂടി കുറേ നാളുകളുടെ ശേഷം ഒരു വലിയ ലോങ് യാത്ര പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മളുള്ളത് നെയ്യാറ്റിൻകരയിലാണ് കേട്ടോ. ഒരു 1.5-2 വർഷം മുമ്പ് ഞാൻ ഈ ഒരു സ്റ്റേഷനിൽ കുറച്ച് വർക്കിൻ്റെ കാര്യങ്ങളായിട്ട് ഞാൻ വന്നിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ അമ്മയോടും അച്ഛനോടൊക്കെ ഷെയർ ചെയ്തു. അവരും ചോദിച്ചു നീ ഇവിടെയല്ലേ വന്നതെന്നൊക്കെ പറഞ്ഞു. വഴിയോരത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മുടെ പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗിയെ രമണീയമാക്കുന്ന പോലത്തെ പല കാഴ്ചകളും ഇവിടെ. ഐ തിങ്ക് കമ്പയർ ടു പാലക്കാട് ആൻഡ് ട്രിവാൻഡ്രം ഈസ് ആൾസോ സൂപ്പർ. രണ്ടും അടിപൊളി. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു. എൻ്റെ ചുണ്ടത്ത് കുരു വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടേതായ ലോകത്തടയ്ക്കും വീഡിയോയിൽ വരാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അമ്മയിടയ്ക്ക് ചെറിയൊരു പേടിയാണ് കേട്ടോ, എന്താ പറയേണ്ടതെന്നറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ ഞാനും ഉണ്ട് പറഞ്ഞു വന്നു ഹാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഞങ്ങളെന്താ ഒരുപാട് എൻജോയ്മെൻ്റാണ്, സന്തോഷമുണ്ട്. കുറേ നാൾക്ക് ക്ഷേത്രമുള്ള യാത്രയല്ലേ. ബേസിക്കലി നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ യാത്ര ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വാല്യൂ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്താ വെച്ചാൽ ഞാൻ കൂടുതലും ഫ്രണ്ട്സായിട്ട് കൂടുതൽ യാത്ര ചെയ്യാറുണ്ട്, പിന്നെ ജാനുമായിട്ടും പോകാറൊക്കെ. പക്ഷേ ഇവർ നമുക്ക് വേണ്ടി മാതാപിതാക്കൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത കാലഘട്ടങ്ങളുണ്ട്. നമ്മളെ പഠിപ്പിക്കാനും ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ മാറ്റി വെച്ചൊരു സമയം ഉണ്ടായിരുന്നു. ഇന്നൊരു പക്ഷേ നമുക്കതൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള യാത്രകളിലൂടെയും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അല്ലേ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊരു സ്റ്റേഷൻ എത്തി. അതായത് ഇപ്പോൾ നമ്മൾ നാഗർകോവിലാണ് എത്തിയിരിക്കുന്നത് ഐ തിങ്ക് തോന്നുന്നു കേട്ടോ. അല്ല, നാഗർകോവിലേ അല്ല, ഇത് വന്നിട്ട് എരണിയലാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ നാഗർകോവിൽ എന്ന് പറഞ്ഞാണ്. പക്ഷേ ഈ എരണിയൽ കഴിഞ്ഞത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാഴ്ച കണ്ടിരുന്നു. കുന്നും മലയും പച്ചപ്പും പിന്നെ എന്താ പറയേണ്ട എല്ലാം ഉണ്ട്. തമിഴ്നാട് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ റോക്ക് മല ഫുള്ള് അസൽ കല്ലിങ്ങനെ ഉരുണ്ട് കിടക്കണം കാണാം നമുക്ക്. അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അത് പ്രത്യേക ഒരു കാഴ്ച. പല സിനിമകളിലും പറയുന്ന പോലെ ജനിച്ചതല്ലേ അപ്പോൾ ജീവിച്ചല്ലേ പറ്റൂ. അങ്ങനെ ഏകദേശം 2:20 സമയം. നമുക്ക് 2:35 അവിടെ എത്തുക. ഇപ്പോൾ ഏകദേശം നമ്മൾ നാഗർകോവിൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിൻ ഏകദേശം തിരുവനന്തപുരത്ത് നിന്ന് എടുത്ത ശേഷം തിരക്ക് എന്ന് പറഞ്ഞാൽ തിരക്കില്ല, അത്രയും ഫ്രീ ആയിരുന്നു കേട്ടോ. വിശപ്പിന് എന്തായാലും ഭക്ഷണം നമുക്ക് അവിടെ പോയി കഴിക്കാം എന്ന പ്ലാനായിരുന്നു. അവിടെ നമുക്ക് കന്യാകുമാരി പോയിട്ട്. പക്ഷെ ഒന്ന് നോക്കിയാൽ ഒരു ചായയും കടിയൊക്കെ. ഒരു കാര്യം പറയട്ടെ, ഒന്നും പറയാനില്ല. ഈ ട്രെയിൻ കേരളത്തിൽ നിന്ന് വരുമായിരിക്കും. ഇവിടുത്തെ സമൂസ ഉണ്ടല്ലോ ഭയങ്കര ക്രിസ്പിനെസ് ആൻഡ് വളരെ ടേസ്റ്റി ആയിരുന്നു. ഞാൻ കേരളത്തിൽ ഓരോ സ്റ്റേഷനുകളിലും ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒന്നിനും കൊള്ളില്ല സത്യത്തിൽ സമൂസ, തുറന്നു പറയാം. ഹേ ഗൈസ്, ഈ തൂക്കിയിട്ടിരിക്കുന്നതാണ് എൻ്റെ ഡാഡിയുടെ ബാഗ്. പുതിയ ബാഗ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആൾ സെഞ്ചുറിയാണ്. 1100 രൂപയാണ് ഈ ബാഗിൻ്റെ വില. ഞാൻ ഈ സെഞ്ചുറിയാണെന്ന് പറയുന്നത് എങ്ങനെയും സെഞ്ചുറി കമ്പനിക്കാർ കാണുകയാണെങ്കിൽ അതൊരു പ്രൊമോഷനല്ല. അവരെങ്ങാനും ഇത് പ്രൊമോഷനായി എടുക്കുകയാണെങ്കിൽ എനിക്ക് പൈസ തരണം കേട്ടോ. ഞങ്ങൾ ഇതെന്താ നോർത്ത് ഇന്ത്യ അമ്പലങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. സ്റ്റിൽ കുറേ നേരമായിട്ടോ ട്രെയിനിലുള്ള യാത്ര പറയുക. സത്യത്തിൽ ഞാനെന്താ പറയുക, ഞാൻ ഏകദേശം കുറേ ഒരു 6-7 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ 2-3 വർഷം മുമ്പ് ഇതേപോലെ നമ്മുടെ പാലക്കാട് നിന്ന് തിരുവനന്തപുരം വരെ. അമ്മയും കുറേ നേരം എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് കഥയിലോട്ട് പോകാം എന്തായാലും. അപ്പോൾ ഞാൻ പറയണത് ഈ പറയുന്ന പോലെ ഞാൻ ഈ പാലക്കാട് നിന്ന് ഈ തിരുവനന്തപുരം വരെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഈ യാത്രയിൽ ഇവർ കൂടുന്നത് വളരെ ഭംഗിയായിരുന്നു, സംസാരിച്ചും വണ്ടിയും പറഞ്ഞു. സോറി ഗൈസ്, അപ്പോൾ നമ്മൾ സ്ഥലം എത്തി. അപ്പോൾ ഏകദേശം കന്യാകുമാരി സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. മുമ്പോട്ടേക്ക് പോവാം. എന്താണ് മുമ്പിലോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളും. ഇതൊരു കുഞ്ഞു സ്റ്റേഷനാണ്. നമ്മുടെ ധനുഷ്കോടി ഇത് ലാസ്റ്റ് എൻഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ മറ്റൊരറ്റമാണ് നമ്മുടെ ഇന്ത്യയുടെ വേറൊറ്റം. അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയും. പക്ഷേ ഭയങ്കര വൃത്തിഹീനമാണ് കേട്ടോ. പ്ലേസ് ഒന്നും ഒട്ടും നന്നായിട്ടില്ല. സ്റ്റേഷനൊക്കെ പണികൾ നടക്കുന്നുണ്ട്. ഇതാ പെൻഡിങ് വർക്കുകൾ ഒരുപാടുണ്ട്. ഈ കാണുന്ന ഞാൻ യൂട്യൂബിൽ കാണാം ഒരു മയൂരിൻ്റെ മറ്റേ ഇതില്ലേ മെഴുക് ഉണ്ടാക്കിയ സംഭവങ്ങളാണിത്. ഒരു മ്യൂസിയമാണ് കേട്ടോ അത്. നമുക്കിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് നടന്നിട്ട് ഈ കാണുന്ന ലെഫ്റ്റ് റോഡും ആ റൈറ്റ് റോഡും ഇല്ല നമ്മുടെ ഫ്രണ്ടിൽ നിന്ന്. ആ റൈറ്റ് റോഡ് വിട്ടാൽ നേരെ കന്യാകുമാരിയാണ്. നമുക്ക് ഈ കാണുന്ന സൈഡിൽ ഫുള്ള് സ്റ്റേജാണ്. വിശന്നിരുന്ന ഞങ്ങൾ അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി. ഞാനൊരു ബിരിയാണിയും പറഞ്ഞു. ബിരിയാണി വന്നു, അച്ഛനും കഴിക്കാൻ തുടങ്ങി. അമ്മ പറഞ്ഞ ഫ്രൈഡ് റൈസ് വന്നിട്ടില്ല കേട്ടോ. പക്ഷെ അച്ഛൻ അത്ര ഒത്തിട്ടില്ല ബിരിയാണി. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് അച്ഛൻ കഴിച്ചു. പക്ഷെ എനിക്ക് ഇഷ്ടമായി എന്നാൽ ഇഷ്ടമായില്ല. പക്ഷേ നമ്മുടെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു.
180 ബിരിയാണിക്ക് ചാർജ് റേറ്റ് പറഞ്ഞത് ഓൾറെഡി. ഒരു മുട്ടയും ഒരു പീസ് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. എനിക്കെന്തായാലും ഈ ഒരു ഷർട്ട് വളരെ ഇഷ്ടമായിട്ടാണ്, എന്താണെന്നറിയില്ല. ഈ ഒരു ബ്ലാക്ക് പ്രിൻ്റ് എന്നെ ഒരുപാട് ഈ ഷർട്ടിലോട്ട് ഒരുപാട് വലിച്ചെടുക്കുന്നുണ്ട്. എന്തായാലും താങ്ക്സ് ഫോർ സഞ്ജു. അങ്ങനെ കുറേ നേരം ഏകദേശം 3:30 മണിയായി. ഇപ്പോൾ വിശന്നിട്ട് വയ്യ. അങ്ങനെ ഇരുന്ന് നല്ല വെട്ടി വീഴുങ്ങട്ടെ. മുട്ടയൊക്കെ കടിച്ച് തിന്നണമല്ലോ, ഇല്ലാണ്ട് വേറെ വഴിയില്ല. വിശപ്പ് മാറ്റണ്ടേ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലോട്ട്. ഓൾറെഡി ഞങ്ങൾ വന്ന് റൂം എടുത്തു കേട്ടോ. ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഞങ്ങൾ. ഈ കാണുന്ന കുഞ്ഞു റൂം ഏകദേശം 1500 രൂപയ്ക്ക് ഒരു ദിവസത്തിന് 24 hours നമുക്ക് ഈ റൂം കിട്ടിയിട്ട് വേർത്ത്. നല്ല ചൂടാണ്. പക്ഷേ ഞാൻ വേർത്ത് പറഞ്ഞ സത്യത്തിൽ വേർത്ത് ഭയങ്കര എന്താ ചൂട്. നല്ല വ്യൂ അടിച്ചായിരുന്നു. നോക്കിയാ കുഴപ്പമില്ലാത്തൊരു വ്യൂ കിട്ടി കേട്ടോ. ഫുള്ള് കടലും ഈ പള്ളിയിലൊക്കെ കയറാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മൾ പള്ളിയിൽ കയറുമെന്നറിയില്ല. നമ്മൾ ഇന്നിപ്പോൾ കുറച്ച് നമ്മൾ റൂമിലെത്തി. എന്തായാലും ഇന്ന് റെസ്റ്റ് എടുക്കണം. എന്തായാലും ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇനി കുറച്ച് കറങ്ങുമ്പോൾ നമ്മളെന്തായാലും 3:30 ആകുമ്പോഴേ എത്തിയത്. ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ടാണ്. റൂംസൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. വലിയ AC ഒന്നും വലിയ ചാർജൊന്നുമില്ല അവിടെയും. ഞങ്ങളും കുഴപ്പമില്ലാത്ത രീതിയിൽ റൂം എടുത്തത്. അപ്പോൾ നമ്മളെടുത്ത റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ കാഴ്ചയും കിട്ടിയത്. നല്ല കുഴപ്പമൊന്നുമില്ല, നല്ല വ്യൂ ഉണ്ട്. നമുക്കൊരു ബോറടിക്കില്ല. ഇങ്ങനെ ഈ വന്ന് നോക്കി രാത്രി ഇവിടെയൊക്കെ ലൈറ്റ് എത്തുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അറ്റത്ത് കാറ്റാടിപ്പാറകൾ ഒരുപാടുണ്ട്. കുറേ ടെമ്പിൾസുകളുണ്ട്, അതുപോലെ പള്ളികൾ. പിന്നെ അവിടെ റോക്കൊക്കെ വെച്ചിട്ട് എന്തോ സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കെട്ടിടങ്ങളാട്ടോ റൂംസിന് വേണ്ടിയിട്ടുള്ളത്. ഫുള്ള് ലോഡ്ജുകളാണ്. ബിസിനസ് മേഖലയാകുമ്പോൾ ഒരുപാട് തന്നെയല്ലേ വരിക. ബട്ട് ടു മച്ച് എന്താണെന്ന് പറയാമല്ലോ. ഇപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിച്ചത് 180 റുപ്പീസാണ്. പക്ഷേ 180 റുപ്പീസിൻ്റെ ബിരിയാണി ഇല്ല എന്ന് അത് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ 1 പീസ് ചിക്കൻ, 1 ബോയിൽഡ് എഗ്, റൈസൊക്കെ റെഡ് റൈസ് നമ്മുടെ തമിഴ്നാട് NMR ടൈപ്പ് ബിരിയാണി. റൈസും കുഴപ്പമില്ല, ക്വാണ്ടിറ്റി വലിയ കുഴപ്പമില്ല. ബട്ട് ക്വാണ്ടിറ്റിക്കും ക്വാളിറ്റിക്കും അനുസരിച്ചുള്ള റേറ്റ് അല്ല. ബട്ട് വി ആർ ടൂറിസ്റ്റ്. അപ്പോൾ ടൂറിസ്റ്റ് ആകുമ്പോൾ കൊടുത്താലേ പറ്റും. ബട്ട് അച്ഛനമ്മയ്ക്ക് അത്ര ഓക്കെ ആയിട്ടില്ല അവർ. ബട്ട് എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാം. നമ്മൾ വെളിയിൽ വന്നിട്ട് ഇതെന്താ ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് ഇപ്പുറപ്പുറമൊക്കെ റൂംസിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ വന്ന് ഈ റൂമാണ് നമ്മൾ എടുത്തേക്കുന്നത്. സ്റ്റിൽ ഇവിടെ സത്യം പറയാലോ വൃത്തിയില്ല കേട്ടോ. വളരെ വേസ്റ്റുകൾ ഒരുപാടാണ്. ഈ കാണുന്ന റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആ പരിസരം വളരെ മലിനീകരണം. ഈ കാണുന്ന പ്ലേസ് ചില ഇടങ്ങളിൽ നല്ല വൃത്തിയുണ്ട്, ചില ഇടങ്ങളിൽ വേസ്റ്റുകൾ ഒരുപാട് പ്ലാസ്റ്റിക് മെറ്റീരിയൽസൊക്കെ ഇട്ട് ഒരുപാട് മോശമാക്കി. നമ്മളൊന്നിനും ഒരു ഭക്ഷണത്തിന് കച്ചവടം ചെയ്യുമ്പോഴും എന്താണ് നമ്മുടെ സൈഡ് നീറ്റാണെങ്കിൽ ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെട്ടും തേടി ഇങ്ങോട്ട് വരും. അതാണ് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വരുന്ന കസ്റ്റമേഴ്സ് നല്ലൊരു അപ്രോച്ച് കൊടുക്കാണ്ട് അവർ വരില്ല അല്ലേ. ഗൈസ് നല്ല കാറ്റുണ്ട്. അസല് കാറ്റ് പറഞ്ഞാൽ അസല് കാറ്റ് കേട്ടോ. അതിനൊന്നും പറയണ്ട. ഒരുപാട് സൈഡിൽ തുണിയും മണികളൊക്കെ ഇങ്ങനെ തൂക്കായിട്ടുണ്ട്. അപ്പോൾ അതേ കാണുന്ന ഈ ബീച്ചിൻ്റെ സൈഡിൽ പാറകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നുണ്ട്. എത്രത്തോളം സേഫാണ് ഐ തിങ്ക് ആ ഒരു പാറക്കെട്ടിൻ്റെ അതുവരെ ഉള്ളിൽ ഇറങ്ങാമെന്നുള്ളൊരു ഇതുണ്ട് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ അലോ ചെയ്തിരിക്കുന്നത്. ബട്ട് അത്ര സേഫ് അല്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം. അപ്പോൾ അമ്മ ചേച്ചി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സത്യത്തിൽ അമ്മ കുറേ നാൾക്ക് ശേഷം ഒന്ന് വെളിയിറങ്ങിയപ്പോൾ അമ്മയ്ക്കൊരു സന്തോഷമുണ്ട് മൈൻഡിലിട്ടാൽ നല്ല രീതിയിൽ. പിന്നെ അതുമാത്രമല്ല ഈ കാണുന്ന ഈ ഒരു കടലിൻ്റെ ഭാഗങ്ങളിൽ 3 കടലുകളാണ് ഇവിടെ വന്ന് ത്രിസംഗമം ഇവിടെയാണ് നടക്കുന്നത്. അതായത് ഇന്ത്യൻ ഓഷൻ, ബേ ഓഫ് ബംഗാൾ, അറബിക്കടൽ. ഇത് 3ഉം ഈ കടലുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഇത് ശരിക്കും ഹിന്ദുസത്തിൻ്റെ പ്രകാരം അതാണ് ഈ പറയുന്നത് എന്താണ് ത്രിസംഗമം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന പരിപാടി ഇതിവിടെ ഉണ്ട്. വലിയ വലിയ കൂറ്റം പാറകളൊക്കെയാണ് കേട്ടോ. പക്ഷേ സത്യത്തിൽ അതൊരു സേഫ്റ്റിയാണ്. ഇവിടെ ഇറങ്ങുന്നവർക്കൊരു സേഫ്റ്റി തന്നെയാണ് തീർച്ചയായിട്ടും. ഞാൻ കുളിക്കണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ തോർത്തൊക്കെ റൂമിൽ വെച്ചു. പിന്നെ വന്നില്ല. അത് എനിക്ക് ഒട്ടും ഓക്കെ അല്ലായിരുന്നു കുളിക്കാൻ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് പുറത്ത് ആദ്യമല്ലേ ഒരുപാട് മിഠായിസ് തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇതേ ഇഞ്ചിപ്പുളി മിഠായി, പഴയ ഈ കറുപ്പ് നമ്മൾ കോളേജിലൊക്കെ ഇരുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തിന്നുമല്ലോ, എല്ലാ തരത്തിലും സാധനം. ഇതൊക്കെ എത്രത്തോളം നല്ല ക്വാളിറ്റി ഉള്ളതാണോ നമുക്കൊന്നും അറിയില്ല. ബട്ട് കുഴപ്പം. സമയമൊക്കെ ഏകദേശം നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചു കേട്ടോ. ഇവിടെ കാളനൊന്നുമില്ല. ബേൽപൂരി, മസാൽപൂരി എന്ന് പറയുന്നത് വേറൊരു ടൈപ്പാണ് ഇവിടെ ഉള്ളത് കേട്ടോ. രാത്രി സത്യത്തിൽ എന്താ പറയുക, നൈറ്റ് നല്ല ഒരു അടിപൊളി സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ. വന്ന് ടൈം പാസ് ആവാനും നമുക്കിവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാനായാലും നല്ല തിരക്കും കാര്യങ്ങളും ഓരോന്ന് വാങ്ങാനൊക്കെ. പിന്നെ പ്രൈസൊക്കെ അഫോർഡബിൾ ആണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടോയെന്ന് അറിയില്ല. ബട്ട്
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് വയ്യ, ഒരുപാട് നേരം നടന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, ക്ഷീണിച്ചു. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പാട്ടുമായിട്ട് വേറൊരു ദിവസം ഞാൻ വരാം. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്ന വീഡിയോസൊക്കെ ഉണ്ട്, അപ്പോൾ അതുമായിട്ട് ഞാൻ ലാസ്റ്റ് വരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ടാറ്റാ ബൈ ബൈ.